കണ്ടോ അഖിലേഷ്, ഇത് ഞാനാ തേജസ്വിനി. ആ ഹലോ തേജസ്വിനി, നീ ഇപ്പൊ എവിടെയാ? ഞാൻ അരുവിയുടെ അടുത്തുള്ള പാർക്കറ്റിന് മുകളിലുണ്ട്. ആ കണ്ടു. അത് കേട്ടതും അവൾ ചുറ്റുപാട് നോക്കി. എന്നെ കണ്ടോ? ഫോണിന്റെ മറുഭാഗത്ത് നിന്നുകൊണ്ട് അഖിലേഷ് ചോദിച്ചു. ഇല്ല, ഞാൻ ദേ കുറച്ചു ദൂരെ നിന്റെ റൈറ്റ് സൈഡിലെ മരത്തിന്റെ അടുത്തുണ്ട്. അത് പറഞ്ഞ് അവൻ കൈവീശി കാണിച്ചു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ അവനെ കണ്ടു. അത്യാവശ്യം ഹൈറ്റും ഉണ്ട്, അതിനനുസരിച്ചുള്ള ബോഡിയും. ഒരു നീല കളർ ടീഷർട്ടും നീല ജീൻസ് പാൻറ്റുമായിരുന്നു അവന്റെ വേഷം. കണ്ടാൽ ഒരു ജിമ്മന്റെ ലുക്ക്. താടി മീശ നിറഞ്ഞിരിക്കുന്ന അവന്റെ മുഖം കണ്ടപ്പോൾ ഫസ്റ്റ് ഡേറ്റിന് വന്നതായിട്ടൊന്നും അവൾക്ക് തോന്നിയില്ല. ഉറങ്ങി എണീറ്റതും ഓടി വന്നാന്ന് തോന്നണേ. അവന്റെ വരവ് കണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു, ഹായ് അഖിലേഷ്. അവൾ അവന് നേരെ കൈ നീട്ടി. ഹായ് തേജസ്വിനി, ഹൗ ആർ യു? അവനും തിരിച്ച് കൈ കൊടുത്തു. ഫൈൻ. അവളുടെ ഒരു താല്പര്യമില്ലാത്ത സംസാരം കണ്ടപ്പോൾ തന്നെ അവന് കാര്യം ഏകദേശം മനസ്സിലായി. യു? അവൾ ചോദിച്ചു. ആക്ച്വലി ഐ എം നോട്ട് ഫൈൻ. അത് കേട്ടതും അവൾ അവനെ ഒരു ചോദ്യഭാഗത്തിൽ നോക്കി. അത് മനസ്സിലാക്കിയെന്നോണം അവൻ പറയാൻ തുടങ്ങി. ഓക്കെ തേജസ്വിനി, ഈ ചുറ്റി വിളിച്ച് കാര്യങ്ങൾ പറയാൻ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കാര്യത്തിലോട്ട് കിടക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു റിലേഷനോട് ഒട്ടും താല്പര്യമില്ല. വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഈ ഡേറ്റിംഗ് തന്നെ ഞാൻ വന്നത്. നിന്നെ കണ്ടപ്പോഴെന്തോ ഈ കാര്യം മറച്ചു വെക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ഐ ആം റിയലി സോറി. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഹോ, രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്. ഇത്ര നേരം വീർപ്പുമുട്ടിയെന്ന് അവൾക്ക് ഇത് കേട്ടപ്പോഴാണ് ശരിക്കൊന്നും ശ്വാസം വീണത്. അവളുടെ മുഖത്ത് അവൾ അറിയാതെ തന്നെ ഒരു ചിരി പ്രത്യക്ഷമായി. എന്തായാലും വീട്ടുകാരുടെ സെലക്ഷൻ മോശമായില്ലല്ലോ. താനെന്താണോ ഇങ്ങനെ ആലോചിക്കുന്നത്? അവളുടെ പുഞ്ചിരി നിറഞ്ഞ മുഖം കണ്ട് അവൻ ചോദിച്ചു. ഏയ് ഒന്നുമില്ല അഖിലേഷ്, ഞാൻ ഈ കാര്യം നിന്നോട് എങ്ങനെ പറയണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നീ തന്നെ ആദ്യം പറഞ്ഞത്. അത് കേട്ടപ്പോൾ അവൻ്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നി. ഓ മൈ ഗോഡ്, കാര്യങ്ങൾ ഇത്ര എളുപ്പമാണെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. പക്ഷേ വീട്ടുകാരെ ആലോചിക്കുമ്പോഴാണ് പേടി. ഇതിനു മുമ്പ് ഞാൻ 5 ആലോചനകളെ മുടക്കിയിരിക്കുന്നത്. ഇനി ഇതും കൂടി വേണ്ടെന്ന് പറഞ്ഞാൽ അവർ ഉറപ്പായിട്ട് എന്നെ മുക്കിക്കൊല്ലും. അത് കേട്ടതും അവൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്താ ഇങ്ങനെ ചിരിക്കുന്നേ? ലുക്ക് തേജസ്വിനി, നീ ഒന്നും പേടിക്കണ്ട. നീ വീട്ടിൽ പോയി പയ്യൻ കുഴപ്പമില്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി. എൻ്റെ വീട്ടുകാർ വഴിതിരിപ്പിക്കേണ്ട കാര്യം ഞാൻ ഏറ്റു. ഇത്തവണ പയ്യൻ്റെ വീട്ടുകാർ ഒഴിഞ്ഞു മാറിയതാണെന്ന് കരുതിക്കോട്ടെ. ഓഹ്, ഇപ്പോഴൊന്ന് സമാധാനമായത്. താങ്ക് യു സോ മച്ച് അഖിലേഷ്. അവളവൻ്റെ കൈ പിടിച്ച് കുലുക്കി. ഇതിനൊക്കെ എന്തിനാണോ താങ്ക്സ് പറയുന്നത്? ഫ്രീ ആയിട്ടൊരു പെൺകുട്ടിയുടെ ജീവിതം രക്ഷിച്ചു, അത്ര തന്നെ. ആ പിന്നെ ഇപ്പം നല്ല ഫ്രണ്ട്സായ സ്ഥിതിക്ക് അഖിലേഷ് എന്നൊന്ന് ഫോർമലായി വിളിക്കണ്ട കേട്ടോ. ജസ്റ്റ് കോൾ മീ ആക്കി. ഓക്കെ ആക്കി, അങ്ങനെയാണെങ്കിൽ നീയും എന്നെ തേജു എന്ന് വിളിച്ചോ? ഓക്കെ മാഡം. അവർ ഒന്നുകൂടി ഹാൻഡ് ഷേക്ക് ചെയ്തു. പരിചയപ്പെട്ട് കുറച്ച് സമയം ആയിട്ടുള്ളെങ്കിലും രണ്ടുപേരും പെട്ടെന്ന് തന്നെ കൂട്ടായി. എല്ലാവരെയും ഈസിയായി കൈകാര്യം ചെയ്യാനുള്ള തൻ്റെ ഇടം അഖിലേഷിനുണ്ടെന്ന് അവൻ്റെ സംസാരത്തിലൂടെ തന്നെ അവൾക്ക് മനസ്സിലായി. ലുക്ക് കൊണ്ടൊരു കാട്ടാളനാണെങ്കിലും സ്വഭാവം കൊണ്ട് ആളൊരു നിഷ്കളങ്കനായിരുന്നു. കുറേ നേരം പരസ്പരം അവരുടെ വീട്ടുകാര്യങ്ങൾ സംസാരിച്ച് ആ അരുവിയുടെ അടുത്തുകൂടി നടന്ന ശേഷം അവിടെയുള്ള ഒരു സിമെന്റ് ബെഞ്ചിൽ അവർ രണ്ടുപേരും ഇരുന്നു. അല്ലാക്കി, നിനക്കെന്താ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇത്ര താല്പര്യം? അത് ഞാൻ നിന്നോട് ചോദിക്കേണ്ട കാര്യമാണ്. ലേഡീസ് ഫസ്റ്റ്, അതുകൊണ്ട് നീ പറ. അത് വേണ്ട, ഇത്തവണ കുറച്ച് ചേഞ്ച് ആയിക്കോട്ടെ. നീ ആദ്യം പറ. വേറെന്ത്, ബ്രേക്കപ്പ് തന്നെ. നല്ല അസൽ തേപ്പ്. അവൻ അരുവിയിലേക്ക് നോക്കിയിരുന്നോണ്ട് പറഞ്ഞു. തേപ്പ് എന്നൊന്നും പറയില്ലേ. പെൺകുട്ടികൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തായാലും ഒരു വ്യക്തമായിട്ടുള്ള കാരണം ഉണ്ടാവും. സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ വെറുതെ പെൺകുട്ടികളെ തേപ്പുകാരി ആക്കരുത്. അത് കേട്ടതും അവന് ചിരി വന്നു. ആ, നീ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാരണം നീ ഒരു പെണ്ണല്ലേ. മതി, എന്നെ കളിയാക്കി നിർത്തി നീ കാര്യത്തിലോട്ട് വാ. കാര്യം വളരെ സിമ്പിൾ. കോളേജിൽ എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്സിൽ പഠിച്ചതാ. അപ്പോഴേക്ക് നല്ല കട്ടക്ക് പ്രേമിച്ചതാ. കോളേജ് കഴിഞ്ഞ് വെളിയിൽ വന്ന് റിയാലിറ്റി മനസ്സിലാക്കിയപ്പോൾ അവൾ എന്നെ ഉപേക്ഷിച്ചു. ഷോ, ഇതെന്തൊക്കെയാ നീ പറയുന്നത്? ഒന്ന് വ്യക്തമായിട്ട് പറ. വ്യക്തമായിട്ട് പറയണമെങ്കിൽ എനിക്ക് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ കയറാനാണ് താല്പര്യം. പക്ഷേ അതത്ര എളുപ്പമല്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു 3 വർഷമെങ്കിലും വിടാതെ പിന്തുടർന്നാലേ നല്ല ചാൻസൊക്കെ കിട്ടും. വീട്ടുകാരാണെങ്കിൽ എൻ്റെ താല്പര്യത്തിന് ഒട്ടും യോജിപ്പില്ലായിരുന്നു. അവളെങ്കിലും എൻ്റെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചു. ബട്ട് അവൾ എന്നെ തള്ളി പറഞ്ഞു. എന്നെപ്പോലെ തന്നെ എൻ്റെ പാഷനെ സ്നേഹിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ പറഞ്ഞത് എല്ലാ ആഗ്രഹങ്ങളും തൂക്കിയെറിഞ്ഞ് എൻ്റെ അച്ഛൻ്റെ ബിസിനസ് കയറി കൂടിയാൽ മാത്രമേ എന്നെ കല്യാണം കഴിക്കുന്ന. എനിക്കാണെങ്കിൽ ഈ ബിസിനസ് എന്ന് കേട്ടാലേ കലിയ. അന്ന് തൊട്ട് തുടങ്ങിയതാ ഞങ്ങൾ തമ്മിലുള്ള വഴക്ക്. അവസാനം അവൾക്ക് വേണ്ടി ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ഓഫീസിലേക്കും പോകാൻ തുടങ്ങി. പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സ് മുഴുവൻ സിനിമയായിരുന്നു. എന്നിട്ട് അവൾ ആകാംക്ഷയോട് ചോദിച്ചു. എന്നിട്ടെന്ന് ഞാൻ ആ ജോലി അങ്ങ് വേണ്ടാന്ന് വെച്ചു.
ഇപ്പം എൻ്റെ സ്വപ്നത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ഞാൻ. അതിനിടയ്ക്ക് അവളെ എന്നെ തേച്ചിട്ട് പോയി. ഇപ്പോൾ കുറച്ച് ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും അത്രയ്ക്ക് റീച്ച് ഉണ്ടായിട്ടില്ല. അവൻ്റെ ഈ കഥ കേട്ടതും തൻ്റെ എല്ലാമെല്ലാമായ ഹർഷേട്ടനെയാണ് അവൾക്ക് ആ നിമിഷം ഓർമ്മ വന്നത്. തൻ്റെ ഹർഷേട്ട അനുഭവിച്ചും ഇപ്പോൾ അഖ്യ അനുഭവിക്കുന്നതും ഒരേ കാര്യങ്ങളാണെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷെ അന്ന് താൻ മറ്റുള്ള പെൺകുട്ടികളെ പോലെ സ്വന്തം കാര്യം നോക്കി ഉപേക്ഷിച്ചു പോയില്ല. മറിച്ച് അവൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാ പ്രതിസന്ധികളിലും അവന് താങ്ങായി അവൾ നിന്നു. പക്ഷേ എന്നിട്ട് ഇപ്പം ആ കുട്ടി എന്ത് ചെയ്യുന്നു? കുറെ നേരത്തെ മൗനത്തിന് ശേഷം അവൾ ചോദിച്ചു. ആര്? വേറെ ആര്? നിന്റെ പെണ്ണ്. ഓ, അവളിപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യാം. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ലേ? ഇല്ല. അവനൊരു താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു. വാവ്, സൂപ്പർ. അവൾ ചാടി എണീറ്റു. അവളുടെ പെരുമാറ്റം കണ്ട് അവനൊന്ന് ഞെട്ടി. അല്ല, എന്തു പറ്റി നിനക്ക്? അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നല്ലേ പറഞ്ഞേ? ആ അതെ. അതായത് അവൾ ഇപ്പോഴും നിന്നെ മറന്നിട്ടില്ലെന്ന് അർത്ഥം. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? അഖി, അവിടെ അതേ മാനസികാവസ്ഥ അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞാനും. അവളിപ്പോൾ ആഗ്രഹിക്കുന്നത് തൻ്റെ സാന്നിധ്യമാണ്. അവൾ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയതല്ല. അവളുടെ സാഹചര്യം അവളെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചതാ. ഒരു ലോജിക്കിലാ സംസാരിക്കില്ല തേജു. അല്ല, ഇതൊക്കെ നിനക്കെങ്ങനെ ഇത്രയ്ക്ക് കൃത്യമായിട്ട് അറിയാം? ഞാൻ പറഞ്ഞല്ലോ, ഇതേ അവസ്ഥ മുന്നിൽ കണ്ട ഒരു പെൺകുട്ടി തന്നെയാണ് ഞാനും. നിന്റെ കൂടെ ബ്രേക്കപ്പ് ആയിട്ടും ഇത്രയും നാൾ ആരെയും കല്യാണം കഴിക്കാതിരിക്കണമെങ്കിൽ ഉറപ്പായും അവളുടെ മനസ്സിൽ ഇപ്പോഴും നീയുണ്ടെന്ന അർത്ഥം. ഓ പിന്നെ കല്യാണം കഴിക്കാതിരുന്നു ഓക്കെ, ബട്ട് അവളുടെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലോ? അത് മനസ്സിലാക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ? നീ ആ ഫോൺ എടുത്ത് അവളിൽ നിന്ന് വിളി, എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ. അവൾ വരികയാണെങ്കിൽ ഉറപ്പിച്ചോ അത് നിനക്കുള്ള വരവാണെന്ന്. ഇനി വന്നില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. അതിന് എൻ്റെ നമ്പർ കണ്ടാൽ തന്നെ അവൾ കോൾ കിട്ടിയത് സ്വിച്ച് ഓഫ് ആക്കി വെക്കും. പിന്നെ ഞാനെങ്ങനെ വിളിക്കാനാ? എൻ്റെ ഫോണിൽ നിന്ന് വിളി. അവൾ അവളുടെ ഫോൺ അവൻ്റെ നേർക്ക് നീട്ടി. നീ എന്നെ വിടാനുള്ള ഉദ്ദേശമല്ല അല്ലേ? ട്രസ്റ്റ് മീ ആക്കി, എൻ്റെ മനസ്സ് പറയുന്നത് അവൾ വരും നിനക്ക് വേണ്ടി. അവൾ വന്ന ശേഷം നിനക്ക് പറയാനുള്ളതൊക്കെ അങ്ങ് കുട്ടിക്കോ. അവൾക്ക് പറയാനുള്ളതും നീ കേൾക്കണം. അത് വേണോ? വേണം, നീ വിളിക്ക്. അവനൊരു പേടിയോടെ അവളുടെ നമ്പർ ഡയൽ ചെയ്തു. കുറച്ചു നേരം റിങ് ചെയ്തതിനു ശേഷം അവൾ എടുത്തു. ഹലോ. അവളുടെ ശബ്ദം കേട്ടതും അവൻ്റെ ഫ്യൂസ് മൊത്തം പോയി. തിരിച്ചെന്താ പറയേണ്ടെന്നറിയാതെ അവൻ മിഴിച്ചു നിന്നു. സംസാരിക്ക്. അവനെ നിൽപ്പണ്ട് തേജു അവനെ പ്രോത്സാഹിപ്പിച്ചു. ഹലോ. അവൻ്റെ ശബ്ദം കേട്ടതും അവൾക്ക് മനസ്സിലായി. കുറേ നേരം മറുഭാഗത്തു നിന്നൊന്നും കേൾക്കാതായപ്പോൾ അവൻ വീണ്ടും പറഞ്ഞു. ഹലോ വേദു. അതിനുള്ള മറുപടി അവളുടെ തേങ്ങലായിരുന്നു. എടി കരയല്ലേ, സംസാരിക്ക്, കമോൺ. തേജു അവൻ നോക്കി പല ആക്ഷനും കാണിക്കാൻ തുടങ്ങി. എടി വേദു, എനിക്ക് നിന്നെ ഒന്ന് കാണണം. നീ ഇപ്പോൾ ഫ്രീ ആണോ? എന്നാ കവ വരെ ഒന്ന് വരുമോ? അവിടെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിക്കുന്നുണ്ട്. അതിനവൾ മറുപടിയൊന്നും പറയാതെ ഫോൺ വെച്ചു. കണ്ടില്ലേ, ഞാൻ പറഞ്ഞു ശരിയല്ലേ? അവൾ വരില്ല. ദേ, ഞാൻ പറഞ്ഞു വായെടുത്തില്ല. അവൾ അപ്പോഴേക്കും ഫോൺ വെച്ചു. അതിന് അവൾ വരില്ലെന്ന് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ ഞാനത് പറഞ്ഞപ്പോഴേക്കും അവൾ മറുപടിയൊന്നും പറയാതെ ഫോൺ വെച്ചു. ഓ, അപ്പൊ നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, അവൾ തീർച്ചയായിട്ടും വരും. നീ നോക്കിക്കോ. അരമണിക്കൂർ ഞാൻ നോക്കും. അതിനുള്ളിൽ അവൾ വന്നില്ലെങ്കിൽ ഇതോടെ എല്ലാം അവസാനിപ്പിക്കും. ഇതാ നിങ്ങൾ ആമ്പിളേരുടെ കുഴപ്പം. എടുത്ത് ചാടി ഓരോ തീരുമാനിക്കും, എന്നിട്ട് കുറ്റം മുഴുവൻ പെൺകുട്ടിയുടെ തലയിൽ കൊണ്ടിടും. നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ? ഞാൻ പെട്ടെന്നൊരു ആവശ്യത്തിൽ കയറി പറഞ്ഞതാ. നോക്കാം നീ പറഞ്ഞ പോലെയാണോ കാര്യങ്ങളെന്ന്. അവൾ പറഞ്ഞ പോലെ തന്നെ വേദു അവനെ കാണാൻ അങ്ങോട്ടേക്ക് വന്നു. അവനെ ദൂരെ നിന്ന് കണ്ടതും അവളുടെ മനസ്സിൽ ഒരു ചിരി പ്രത്യക്ഷമായി. എന്നാൽ കൂടെ തേജസ്വിനെ കണ്ടതും ഞൊടിയിടയിൽ അത് കപ്പൽ കയറി. വലിഞ്ഞു മുറിയ ദേഷ്യത്തോടെ അവൾ അവൻ്റെ അടുത്തേക്ക് പോയി. ഞാൻ പറഞ്ഞില്ലെങ്കിൽ അവൾ വരുന്നു. അവർ രണ്ടുപേർക്കും അവളെ കണ്ടതും വളരെ സന്തോഷമായി. ആരെടാ ഇത്? അവൾ അവൻ്റെ അടുത്തെത്തിയതും തേജുവിനെ നോക്കി ചോദിച്ചു. മാട്രിമോണിയെ കണ്ടതാ. വീട്ടുകാരൊക്കെ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി. അപ്പോൾ ഇതിനാണോ നീ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അതും പറഞ്ഞ് അവൾ അവനെ തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങി. തേജു അത് കണ്ട് വയറിൽ കൈവച്ച് പൊട്ടിച്ചിരിച്ചു. അയ്യോ എടി തല്ലല്ലേ, ഞാനൊന്ന് പറയട്ടെ. പക്ഷേ അവളുണ്ടത് കേൾക്കുന്നു. തേജു നീയെങ്കിലും ഒന്ന് പറ, ഇല്ലെങ്കിൽ ഇവളെന്നെ തല്ലി കൊല്ലും. ഏയ് വേദു, അവനെ തല്ലല്ലേ. ഞങ്ങൾ രണ്ടുപേരും നിന്നെ കാണാനാ ഇത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്ത്. അത് കേട്ടതും അവൾ തല്ലി നിർത്തി അവൾ നോക്കി. എന്നെ കാണാനോ? എന്തിന്? തേജു അത്രയും നേരം അവർ സംസാരിച്ച മുഴുവൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. അത് കേട്ടപ്പോൾ അവളൊന്ന് കൂളായി. എനിവേ പരിചയപ്പെടുത്താൻ പറഞ്ഞു. തേജു, ഇതാണ് എൻ്റെ എക്സ് നിവേദിത. അവൻ വേദുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൾ അവനെ കൂർപ്പിച്ച് നോക്കി. വേദു, ഇതാണ് തേജസ്വിനി, എൻ്റെ വീട്ടുകാർ എനിക്ക് വേണ്ടി കണ്ടുവച്ച പെണ്ണ്. തേജു ഒരു ചെറിയ ചിരിയോടെ വേദുവിന് കൈകൊടുത്തു. അവൾ തിരിച്ചു. വേദു, നീ കുറച്ചുകാലം കൂടി ഇവന് വേണ്ടി കാത്തിരിക്കണം. ഇവനാള് പുലിയ. ഇങ്ങനെ ഒരാളെ നീ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല.
നാളെ ഇവൻ സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോൾ അവസാനം ഒരു പുളിങ്കൊമ്പ് വിട്ടുകളഞ്ഞല്ലെന്നോർത്ത് വിഷമിക്കാൻ പാടില്ലല്ലോ. തേജുവിന്റെ സംസാരം കേട്ട് അവർ രണ്ടുപേരും ചിരിച്ചു. ഞാൻ ഇവന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാണ് തേജു, പക്ഷെ രണ്ടുപേർക്കിടയിൽ ഈഗോ, അതാണ് ഇതിൻ്റെയൊക്കെ കാരണം. വേദു തേജുവിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൾ അവളുടെ കാര്യം ആലോചിച്ചു. എന്താ തേജു ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ആ എന്തായാലും നമ്മളൊക്കെ ഫ്രണ്ട്സായ സ്ഥിതിക്ക് ഇനി നിന്റെ കഥ പറ, അഖി പറഞ്ഞു. സത്യമായിട്ടും ഇപ്പം അത് പറയാനുള്ള മൂഡില്ല. അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. നോ, അത് പറഞ്ഞാൽ പറ്റില്ല. ഇന്ന് ഞങ്ങൾ ഒന്നിപ്പിച്ച് നീയല്ലേ. ഒരുപക്ഷെ നിന്റെ കഥ കേട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് നിങ്ങളെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലോ? നടക്കുന്ന കാര്യം വല്ലതും പറയാക്കി. നീ വിചാരിക്കുന്ന പോലെ അതത്ര എളുപ്പമല്ല. അവനിപ്പോൾ ഒരുപാട് ഉയരങ്ങൾ എത്തിയിരിക്കുക. അതുകൊണ്ട് തന്നെയാ എന്നെ മറന്നത്. എന്ത് ഉയരങ്ങളോ? അപ്പോൾ നിന്റെ ആള് അത്രയ്ക്ക് ഫേമസ് ആണോ? അതെ, അവളൊരു പുച്ഛത്തോട് പറഞ്ഞു. ആട്ടെ, ആരാ കക്ഷി? ഹർഷവർദ്ധൻ. അത് കേട്ടതും അഖിയുടെയും വേദുവിൻ്റെയും കണ്ണുവിടർന്നു. അവർ പരസ്പരം നോക്കി. യു മീൻ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയർ ഹർഷവർദ്ധൻ? ഒന്ന് പോയെ. ആളെവിടെ കിടക്കുന്നു, നീ എവിടെ കിടക്കുന്നു? ചുമ്മാ തള്ളി വീഴ്ത്തല്ലേ. ഞാൻ പറഞ്ഞ സത്യ. ഏയ് എനിക്കത്രയ്ക്ക് വിശ്വാസം വരുന്നില്ല. എന്നാ ഇത് നോക്ക്. അവർ രണ്ടുപേരുടെയും ഫോട്ടോ ഫോണിൽ കാണിച്ചു കൊടുത്തു. സത്യം പറഞ്ഞാൽ ആ ഗ്യാലറി മുഴുവൻ അവർ ഒന്നിച്ചെടുത്ത ഫോട്ടോസ് ആയിരുന്നു. ഹോ തേജു, യു ആർ സോ ലക്കി. ഈ പെൺപിള്ളേരുടെയൊക്കെ ഡ്രീം ബോയ് ഹർഷൻ നിന്റെ ലവറായിരുന്നോ? ആ ഫോട്ടോയിൽ നോക്കി വേദു പറഞ്ഞു. അതെ അതെ, പക്ഷേ ഇപ്പോൾ അല്ല. എൻ്റെ പൊന്നോ, ഇങ്ങനെ എന്തൊരു ഗ്ലാമറാ. എൻ്റെ ഫോണിൻ്റെ വാൾപേപ്പർ പോലും ഹർഷനാ. ഇയാൾ ശരിക്കും ക്രിക്കറ്റ് പ്ലെയർ ആണോ അതോ വല്ല സിനിമ നടനാണോ എന്ന് വരെ തോന്നിപ്പോയിട്ടുണ്ട്. ഷോ, ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. അത് കേട്ടതും ആകെ അവൾ കൂർപ്പിച്ച് നോക്കി. ഇനി നിന്റെ കഥ കേൾക്കാതെ നിന്നെ വിടുന്ന പ്രശ്നമില്ല. മര്യാദക്ക് പറഞ്ഞു ഈ ഗേൾസിന്റെ ഉറക്കം കെടുത്തിയ ഹർഷന്റെ കഥ. നിങ്ങൾക്കൊക്കെ അദ്ദേഹത്തിനോട് വലിയ ആരാധനയൊക്കെ തോന്നിയിട്ടുണ്ടാവും. പക്ഷേ എനിക്കിപ്പോഴും ഈ ഹർഷേട്ടൻ എൻ്റെ പഴയ ഹിറ്റ്ലർ തന്നെയാണ്. ഹിറ്റ്ലറോ? അതെ, നിങ്ങൾക്കൊക്കെ ഹർഷേട്ടൻ്റെ ദേഷ്യ ആവേശമൊക്കെ ഈ ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാൽ അതും കൂടാതെ അദ്ദേഹത്തിന് വേറെ മുഖം കൂടി ഉണ്ടായിരുന്നു. അയ്യോ, എനിക്ക് എക്സൈറ്റ്മെന്റ് കാരണം നിൽക്കാൻ പറ്റുന്നില്ല. നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം, അഖി പറഞ്ഞു. എന്നാ വാ. തേജ് അവരെ കൂട്ടിയിട്ട് പോയത് അവൾ ആദ്യം നിന്ന ആ പാർക്കേറ്റിന് മുകളിലേക്കായിരുന്നു. അവിടെ പോയി അവർ മൂന്നുപേരും ചമ്പരം പടിഞ്ഞിരുന്ന് കഥ പറയാൻ തുടങ്ങി. 8 വർഷങ്ങൾക്ക് മുമ്പ് ഊട്ടി ICC കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഈ കോളേജിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്.